வர 15ஆம் தேதி நம்ம டிஃபென்ஸ் மினிஸ்டர் கோயிக்கல் ஆயுர்வேத சாலையில் பிரகதி சிகிச்சைக்கு வர போறப்பா. அது ரொம்ப சீக்கிரட்டு. அவர் எப்படியாவது கிட்னாப் பண்ணி பிளாக்மெயில் செஞ்சு தீகார் ஜெயில இருக்கிற நம்ம ஆளுங்களை வெளியே கொண்டு வரணும். அதுக்கு கெட்டுக்காரன் யாருன்னு தெரியுமா? இங்க சப் ஜெயில இருக்கிற நம்ம உமர் தான். அவனை எப்படியாவது வெளியே கொண்டு வரணும்ப்பா. அப்பதான் நம்ம ஆபரேஷன் சக்சஸ் ஆகும். മിസ്റ്റർ ലാല, ദിസ് ഇസ് എ സെൻസേഷണൽ കേസ്. ഫ്ലൈറ്റ് ഓപ്പറേറ്റർ ജലാലുദ്ദീൻ മജീദ് വധക്കേസിലെ ഒന്നാം പ്രതിയാ ഉമർ ലാല. 7 വർഷങ്ങൾക്ക് ശേഷം ഇന്റർപോൾ ഹെൽപ്പോടെ കഷ്ടപ്പെട്ട് പ്രതിയെ പിടിച്ച് വിചാരണ നടത്തുമ്പോൾ പരമാവധി സെക്യൂരിറ്റിയിലായിരിക്കും. அதுக்கு தானே உன்ன வச்சிருக்கேன். உன் சுவாதீனம் உபயோகிச்சு எப்படியாவது செக்யூரிட்டி கட் பண்ணணும்ப்பா. நமக்கு கிடைக்க போறது 50 கோடியா இருக்கும். ഞാനൊരു IPS ഓഫീസറാണ്. ഇത്തരം സംഭവങ്ങളെ എന്നെ ഉൾപ്പെടുത്തരുത് പ്ലീസ്. மரியாதையா நான் சொல்றதை கேளு. இந்த ஆபரேஷன் சக்சஸ் ஆனா நமக்கு கிடைக்க போறது 50 கோடி, 50 crores. நமக்கு ஷேர் பண்ணிக்கலாம் 50-50. ഒമറിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരും? இது சோ சிம்பிள். நாளைக்கு அவன் கேஸ் விசாரணை. 10 மணிக்கு ஜெயில இருந்து கோர்ட்டுக்கு கொண்டு போற போலீஸ் ஜீப். ഫോട്ടോ വേണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ നിലവിളിച്ചില്ലേ? എന്നിട്ട് എന്തായി ഇപ്പോ? അന്താരാഷ്ട്ര കുറ്റവാളിയാണെന്നുള്ള ബോധം വേണമായിരുന്നു. ഒരു പോക്കറ്റ് അടിക്കാരന് കൊടുക്കുന്ന എസ്കോട്ട് പോലും ഇല്ലായിരുന്നാ കേട്ടത്. ഈ പേരില് മന്ത്രിസഭ തന്നെ താഴെ പോകുന്ന മട്ടാ കാണുന്നത്. സോറി സർ, ഇതൊരു പ്രീ പ്ലാൻഡ് അറ്റാക്കിംഗ് ആയിരുന്നു. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുത്തോളാം സർ. ഇത് കോയിക്കൽ വൈദ്യശാലയുടെ സ്കെച്ച്. ഇത് ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സ്, ഓഫീസും ഓഫിയും മെഡിസിൻ റൂമും. இதுக்கு பின்னாடி மேனுஃபேக்சரிங் யூனிட், பக்கத்தில் VIP கோட்டேஜ். லாஸ்ட் கோட்டேஜில் சென்ட்ரல் மினிஸ்டர் ராமசுவாமி தங்கும். அதுக்கு பக்கத்தில் கோட்டேஜ் உமர் தங்குறதுக்காக நான் ஏற்பாடு பண்ணியிருக்கேன். இது நீ அங்கே தங்குறதுக்காக ऑपोजिशन लीडर கொடுத்த ரெக்கமெண்டேशन लेटर. ठीक है सर. उमर, तुम ये ऑपरेशन के लिए तैयार है ना? अरे साहब, मेरे लिए ये बहुत इजी काम है. बोलिए, इससे बड़ा और कुछ काम करना है? बोलने इनके தெரியாதா? कीप इट अप. अच्छा, किडनैपिंग करने का सारे निर्देश और प्लान्स इसका आंसर. जी तुम जा सकते हैं. தேவா, ராபி, நீங்க வைத்தியசாலை வரைக்கும் ஃபாலோ பண்ணுங்க. ரொம்ப ஜாக்கிரதையா இருக்கணும். போ. എന്റെ ശവം തൂങ്ങിയാടുന്നത് കണ്ടിട്ട് ലാലാജി ഇവിടുന്ന് പോവും. ഇപ്പൊ തന്നെ ഉമർ ചാടിപ്പോകുന്നതിന്റെ പേരിൽ ക്രൈംസ് DIG സ്ഥാനം കൈയാലപ്പുറത്ത് തേങ്ങയാ. എന്താ ഏതാന്ന് വെച്ചാൽ ലാലാജി തന്നെ അങ്ങ് ചെയ്താൽ മതി. എനിക്ക് വയ്യ, എന്നെ അങ്ങ് ഒഴിവാക്കണം. இதை பாருப்பா, இந்த ஃப்ளோபிக்குள்ள நாம ரெண்டாலும் செஞ்ச தப்புகளை எல்லாமே பதிவு பண்ணியிருக்கேன். உமருக்கு ஏதாவது பிரச்சனையாயா நாம 2 ஆளும் உள்ள. தீகார் ஜெயிலில் மூட்டை கடி ரொம்ப ஜாஸ்திப்பா. ஜாக்கிரதை.
போங்கடா பேச தடிமான பசங்களா கடவுளே போச்சு போச்சு எல்லாமே போச்சு நாயங்களா எப்படி சங்கரா அந்த പയ്യൻ നമ്മ കയ്യിൽ നിന്ന് പോയാച്ചടാ ഏത് പയ്യൻ ലാലാജി എന്തായി പറയുന്നത് എടോ മാരാ വേണ്ട நம்ம உமரன் நாயங்க தட்டி கொண்டு போயாச்சடா நீ ஒண்ணு பண்ண உன் வயல செட் எடுத்து போலீஸ்கார்கிட்ட സിറ്റി പൂരാ സെർച്ച് பண்ண சொல்லடா ലാലാജി എന്ത് വിഡ്ഢിത്താ പറയുന്നത് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയാ പോലീസുകാരോട് ചെക്ക് ചെയ്യാനോ പിടിക്കാനോ പറയാൻ പറ്റുമോ அப்படின்னா நீ ஏதாவது பண்ணி அவனை பிடிக்கிற வழி பாருடா உமர் கையில் இருக்கிற அந்த ஃப்ளோப்பில் நம்ம சீக்கிரம் எல்லாம் வச்சிருக்கப்பா அவன் கையில் இருந்த அந்த ஃப்ளோப்பி போனேன்னு வச்சுக்கோ நாம 2 பேருடையும் வாழ்க்கை அம்பேல் அது புரிஞ்சுக்கோ നീ കൂടി സീക്കിരം പുറപ്പെട്ടു വാ ലാലാജി സല്ല ദേവന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ വാടാ ഡിഐജിക്ക് ഉങ്ങகிட்ட பேசணுமா ഹലോ ആരാ കൊണ്ടുപോയെന്നറിയോ ഹസൻ ബാബയുടെ കൂടെയുള്ള വിശ്വന് സംഘം കൂടിയാണ് സർ ശരി ശരി ഞാൻ നോക്കിക്കൊള്ളാം എടോ രഘു ഇത് ഞാനാ താൻ എത്രയും വേഗം ചേരി ഒന്ന് റെയ്ഡ് ചെയ്യണം വിശ്വനെയും അവന്റെ കൂടെയുള്ളവരെയും പൊക്കി മയക്കുമരുന്നും ചാരായവും വിറ്റതിന്റെ പേരിൽ കേസ് അറിഞ്ഞിരിക്കണം കൂട്ടത്തിൽ വ്യഭിചാരവും കൂടി ആയിക്കോട്ടെ ചേരിക്കുള്ളിൽ കസ്റ്റഡിയിൽ ചാടിപ്പോയ ഒമർ എന്ന പ്രതി അവന്മാരെ ഒളിപ്പിച്ചു വച്ചിരിക്കുക അവനെനിക്ക് കിട്ടണം മര്യാദയ്ക്ക് ആ വിശ്വനെയും സംഘത്തെ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ചേരി മൊത്തം ഇടിച്ച് നടക്കും ഞാൻ വിശ്വ അവിടെ നോക്ക് വിശ്വ അതിനകത്ത് നോക്ക് ഇതിനകത്ത് കയറി നോക്ക് ഇവിടെ here വിശ്വ എവിടാ നിന്റെ ദൈവം വിശ്വൻ വിശ്വ എവിടാ വിശ്വൻ അവിടെ ആ കുടി എവിടെ എന്നാ കൊലയാടി മോളെ പട്ടാപ്പകല് ചാരായ കച്ചവടവും വ്യഭിചാരവും ഞങ്ങളവനെ കാക്കിയിട്ട് നടക്കുന്ന പിന്നാനാണോടി അയ്യോ സാറേ ഉപദ്രവിക്കല്ലേ വയറ്റിപ്പഴപ്പാണ്
അയ്യോ സാറേ പാവം സാറേ സാറേ കൊല്ലല്ലേ സാറേ Ah!